Hello guys, welcome to helmetheadzin. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ആക്ച്വലി ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ helmetheadzin ചാനൽ 10,000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ടു ഓൾ ഓഫ് ദി വ്യൂവേഴ്സ്. ശരിക്കും എടുത്ത് പറയാനേ വേണം, ഒരു 3-4 മാസം മുന്നേ നമ്മൾ തുടങ്ങി വെച്ചൊരു ചാനലാണ്. വണ്ടിയുടെ റിവ്യൂസും കാര്യങ്ങളും നമ്മളെടുത്ത് വരുന്ന വണ്ടികളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ തുടങ്ങിയാണ്. ബട്ട് സക്സസ്ഫുള്ളി 10,000 സബ്സ്ക്രൈബേഴ്സ് നമുക്കിപ്പോൾ ആയിട്ടുണ്ട്. ആൻഡ് വീണ്ടും താങ്ക് യു സോ മച്ച്. ഇവിടുന്ന് അങ്ങോട്ട് വളരാനുള്ളതും നിങ്ങളുടെ സപ്പോർട്ടില്ലാണ്ട് നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. സോ ഈ വീഡിയോ കാണുന്നവരാരും തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സോ നമ്മുടെ ഈ എപ്പിസോഡിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന വണ്ടി Honda CBR 650F എന്നുള്ള മോഡലാണ്. ഒരു വണ്ടിയല്ല, 2 വണ്ടിയാണ്. ഈ ഇരിക്കുന്ന 2 വണ്ടികളാണ് നമ്മുടെ, ഒന്ന് 2015 മോഡലും ഒന്ന് 2018 മോഡലുമാണ്. സോ ഈ 2015 Honda CBR 650Fഉം 2018 Honda 650Fൻ്റെയും ഡീറ്റെയിൽ വിവരങ്ങളിലേക്ക് നമുക്ക് പോകുന്നതിൻ്റെ മുന്നേ ഒരു കാര്യം ഞാൻ പറയാം. നമുക്ക് ഈ 10,000 സബ്സ്ക്രൈബേഴ്സ് ആയതിന് ഒരു സ്പെഷ്യൽ സർപ്രൈസ് ഉണ്ട്. അത് ഞാൻ ലാസ്റ്റ് പറയാം. ഒരു സൂപ്പർ ബൈക്ക്, എൻട്രി ലെവൽ ബൈക്ക് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. inline-four സിസ്റ്റം വരുന്ന ഓൾമോസ്റ്റ് ഒരു 87 bhp പ്രൊഡ്യൂസ് ചെയ്യുന്ന സൂപ്പർ ബൈക്കാണിത്. ആർക്കും തന്നെ എഫോർഡ് ചെയ്യാനും വലിയൊരു എമൗണ്ട് ഇതിന് വരുന്നില്ല. ഓൺ ദി റോഡ് പ്രൈസസ് 2015 ഇറങ്ങിയപ്പോൾ ഓൾമോസ്റ്റ് 7 പോയിൻറ്റ് സംതിങ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 2021 പുതിയ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 10 lakhs ബൈക്കായി മാറിയിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളും ഈ വണ്ടികൾക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ഒരു എൻട്രി ലെവലിലുള്ള ബൈക്ക് എന്ന് പറയുമ്പോൾ 650 cc വേറെ ഉള്ള ബൈക്സ് എന്ന് പറഞ്ഞാൽ കവാസാക്കിയുടെ നിഞ്ച 650 ആണ്, അതുപോലെ ബെനലിയുടെ 600 ആയി. ഈ വണ്ടികളൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ വണ്ടിയുടെ പെർഫോമൻസ് ബേസിസിലും അതുപോലെ തന്നെ വണ്ടിയുടെ ലുക്സ് വൈസും കംഫർട്ട് കാര്യങ്ങൾ എല്ലാം വെച്ച് നോക്കുമ്പോൾ വൺ ഓഫ് മൈ സജഷൻ ഈസ് ഗോ ഫോർ എ CBR 650F. ഇപ്പോൾ 650F നിലവിൽ നിർത്തിയിട്ടുണ്ട്, പ്രൊഡക്ഷൻ നിർത്തിയിരിക്കുന്നത്. ഇതിൻ്റെ 650R എന്നുള്ള മോഡലാണ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. R വളരെയധികം സുപരിചിതമായിരിക്കും, കാരണം ഇവിടെ കേരളത്തിൽ ആരോടും 650R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെൽ മച്ചാൻ്റെ വണ്ടിയാണ്. അതാണ് എല്ലാവരും പറയാറ്. കാരണം റെഡ് ബ്ലാക്ക് കോമ്പിനേഷനിലുള്ള വണ്ടി എന്ന് പറയുന്നത് ഒരു വൺ ഓഫ് എ സൂപ്പർ ബൈക്കാണ്. അതിൻ്റെ നേരെ താഴെയുള്ള അടിപൊളി സാധനമാണ് ഈ 2. ചെറിയ ചെറിയ ഡിഫറൻസസുകളാണ് ഈ 2015 സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉള്ള വണ്ടിയും ഈ 2018 ഈ ബ്ലാക്ക് വണ്ടിയും തമ്മിലുള്ള വ്യത്യാസങ്ങളെന്ന് പറയുന്നത്. മേജർ ഡിഫറൻസസ് ഒന്നുമില്ല. ബട്ട് ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സിൽ ഹാലജൻ ആണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വന്നപ്പോഴത്തേക്ക് 18 LED ഹെഡ് ലാംപ്സ് ആണ് ഇതിന് വന്നിരിക്കുന്നത്. പിന്നെ മേജറായിട്ടുള്ള ഡിഫറൻസ് ഒന്നുമില്ല. 87 bhp പവറുണ്ട്. വണ്ടിയുടെ ഓവറോൾ പെർഫോമൻസ് എന്ന് പറയുന്നത് സൂപ്പർബാണ്. അത് നിങ്ങൾ വണ്ടി ഓടിച്ച് നോക്കിയാൽ തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ അറിയുള്ളൂ. ഒരുപാട് പേര് ഇത് റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ അവർ ടെസ്റ്റ് റൈഡ് ചെയ്തതിൻ്റെ ഫീഡ്ബാക്സും റൈഡ് ഫീഡ്ബാക്സ് ഇട്ടിട്ടുണ്ട്. അതിൽ നിങ്ങൾ യൂട്യൂബിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം. നമുക്ക് ഓടിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ റോഡ്സ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ ഈ ഏരിയയിൽ. അതുകൊണ്ട് നമുക്കിതിൻ്റെ ടോപ്പ് എൻഡോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണിക്കാനുള്ള സംവിധാനം ഇല്ല. ബട്ട് സ്റ്റിൽ ഇത് ആക്ച്വലി ഒരു 200+ ടോപ്പ് ചെയ്യാൻ, വളരെ സിമ്പിളായിട്ട് ടോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു inline-four സിസ്റ്റം വണ്ടികളാണ് 650 cc. ഞാൻ പേഴ്സണലി ഇത് ഡൽഹിയിൽ നിന്ന് എടുത്ത വണ്ടിയാണ്. ഡൽഹിയിൽ നിന്ന് അവിടുന്ന് ഇതുവരെ കേരളത്തിലേക്ക് ഓടിച്ചുകൊണ്ട് വന്ന് ഇത് ഞാൻ ഒഡീസയിൽ നിന്ന് എടുത്തതാണ്. അത് OD രജിസ്റ്റേർഡ് ആണ്, ഇത് CH രജിസ്റ്റേർഡ് ആണ്. രണ്ടും ഓടിച്ചുകൊണ്ട് വന്ന് ഇത്രയും കംഫർട്ടായിട്ടുള്ള ഒരു വണ്ടി ഞാൻ വേറെ 650 സെഗ്മെൻറ്റിൽ ഓടിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. വളരെ കംഫർട്ടബിൾ ആണ്. പെർഫോമൻസ് വൈസ് 223-229 വരെ ഞാൻ ടോപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഞാൻ പോയിട്ടില്ല. അപ്പോൾ എനിക്കറിയത്തില്ല എക്സാക്ട്ലി മൈൽസിലുള്ളത് പറയുന്നുണ്ട്, എത്രയാണ് എക്സാക്ട്ലി എനിക്ക് അറിഞ്ഞുകൂടാ.
ബട്ട് നമ്മുടെ ഈ സെക്കൻഡ് ഹാൻഡ് ബൈക്സ് ഇപ്പോൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ 2015 അത്യാവശ്യം റീസെൻ്റായിട്ടാണ് 2 ടയറും മാറിയിട്ടുള്ളത്. സോ ഫ്രഷ് ടയേഴ്സ് ഇൻ ദ ഫ്രണ്ട് ആൻഡ് എബവ് ആവറേജ് ടയേഴ്സ് അറ്റ് ദ റിയർ. ബ്രേക്ക് പാഡ്സ് കാര്യങ്ങൾ മെയിൻ്റനൻസ് എല്ലാം ഇപ്പോൾ റീസെൻ്റ്ലി ചെയ്തിട്ടേ ഉള്ളൂ. ഓൾമോസ്റ്റ് ഒരു 14,000 കിലോമീറ്റേഴ്സാണ് ഈ പെർട്ടിക്കുലർ വൈറ്റ് 2015 ഓടിയിട്ടുള്ളത്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഇരിക്കുന്നത്. ഓഡി രജിസ്ട്രേഷൻ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു, കേരള രജിസ്ട്രേഷൻ അല്ല. സോ ഇതിൻ്റെയൊക്കെ ഫൈനാൻസസ് ഇടാൻ നമുക്ക് ബുദ്ധിമുട്ടാവും. കേരളത്തിലേക്ക് നമ്മൾ വണ്ടി മാറുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ലോൺ ഫെസിലിറ്റി ഇതിന് അവെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ പെർട്ടിക്കുലർ വെഹിക്കിൾ 2015 മോഡലാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതിൻ്റെ ടയേഴ്സ് നമ്മൾ റീസെൻ്റ്ലി മാറ്റി, മെയിൻ്റനൻസ് എല്ലാം ക്ലിയർഡ് ആണ്. ബ്രേക്ക് പാഡ്സ് കാര്യങ്ങളെല്ലാം അത്യാവശ്യം ഉണ്ട്. ഒരു കസ്റ്റം പെയിൻറ്റിങ് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ ചില സൈഡുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിശേഷിപ്പിക്കാം. ആക്ച്വലി ഈ പോർഷനെല്ലാം ഇത് ശരിക്കും ബ്ലാക്ക് ആണ് വരുന്നത്. ബട്ട് ഇതിൻ്റെ കസ്റ്റമർ അത് റെഡ് ആൻഡ് വൈറ്റ് എന്ന് വെച്ചാൽ വണ്ടിയുടെ ആക്ച്വൽ കളറിലേക്ക് അത് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് റിംസിലെല്ലാം അവർ ഒരു സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഓവറോൾ വണ്ടി കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ആൻഡ് ഇതിൻ്റെ എക്സോസ്റ്റ് ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ആണ് ഇതിന് ചെയ്തിട്ടുള്ളത്. സ്ലിപ്പ് ഓൺ ആണ്, ബട്ട് സ്റ്റിൽ OG അല്ല, ആഫ്റ്റർ മാർക്കറ്റ് പ്രൊഡക്റ്റാണ്. SE പ്രൊജക്റ്റിൻ്റെ എക്സോസ്റ്റ് ആണ് ഫുൾ സിസ്റ്റം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത സൗണ്ടാണ്, പുള്ളി സൗണ്ട്. 2018 CBR 650F കളർ ഡിഫറൻസ് ഇതിൽ ബ്ലാക്ക് കളറിലാണ് ഈ വണ്ടി വന്നിരിക്കുന്നത്. ഇതിൻ്റെ തന്നെ ഫുള്ളി റെഡ്, ഇപ്പോൾ സ്ട്രെല്ലൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെയുള്ള ഒരു കളർ പാറ്റേണിലും 2018 വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്ന സ്റ്റോക്ക് അത് ഓൾറെഡി സോൾഡ് ഔട്ടായി. സോ അതിൻ്റെ തന്നെ ബ്ലാക്ക് എഡിഷനാണ് ഈ വെഹിക്കിൾ. ഈ വണ്ടീനെ കുറിച്ച് പറയുകയാണെങ്കിലും ഞാനിത് ഡൽഹിയിൽ നിന്ന് പർച്ചേസ് ചെയ്ത് അവിടുന്ന് കേരളത്തിലേക്ക് റൈഡ് ചെയ്തിട്ടാണ് വന്നത്. ഇതും ഞാൻ ഓടിച്ചുകൊണ്ട് വരുമ്പോൾ എനിക്ക് വളരെ കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തൊരു പെർട്ടിക്കുലർ വെഹിക്കിളാണിത്. ഇതിൻ്റെ എക്സോസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് മറ്റതിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് യോഷിമുറയുടെ എക്സോസ്റ്റാണ് ചെയ്തിരിക്കുന്നത്, അതും ഫുൾ സിസ്റ്റം. ഒന്നിനൊന്ന് മെച്ചം വേണമെന്നെങ്കിൽ പറയാം. അതിൻ്റെ സൗണ്ട് ടോട്ടലി ഡിഫറെൻ്റ് ആണ്, ഇതിൻ്റെത് അതിലും ഡിഫറെൻ്റ് ആണ്. സോ എനിക്ക് കുറച്ചും കൂടെ ഒരു സ്മൂത്ത്, ബാക്കിയുള്ളവർക്കൊരു ശല്യമില്ലാത്ത രീതിയിൽ തോന്നിയത് യോഷിമുറയുടെ എക്സോസ്റ്റാണ്. അതാണ് ഈ വണ്ടിക്കകത്ത് ഇരിക്കുന്നത്. ഇതിന് എക്സ്ട്രാസ് എന്ന് പറയുന്നത് സ്ലൈഡേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാർബൺ ഫൈബർ സ്റ്റിക്കേഴ്സും കാര്യങ്ങളെല്ലാം അവിടെ ഇവിടെയൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ബ്യൂട്ടിഫുള്ളാണ്. ടാങ്ക് പാഡ് കാർബൺ ഫൈബർ സ്റ്റിക്കർ മാതിരത്തെ ഒരു പാറ്റേണിലാണ് ചെയ്തിട്ടുള്ളത്. ടയേഴ്സ് എല്ലാം എബവ് ആവറേജ് ആണ്. ഈ വണ്ടി സിംഗിൾ ഓണർഷിപ്പിലുള്ള വെഹിക്കിളാണ്. 2018 സിംഗിൾ ഓണർഷിപ്പിലുള്ള. ഓടിയ കിലോമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 20K ആണ് ഇത് ഓടിയിട്ടുള്ളത്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 7.2 lakhs ആണ് ചോദിക്കുന്നത്, 7.20. ഇതും പ്രൈസ് നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് നേരിട്ട് വരാം, നമുക്ക് ടേബിളിലിരുന്ന് സംസാരിക്കാം, നെഗോഷിയേറ്റ് ചെയ്യാം. നല്ലൊരു റേറ്റിന് എനിക്കിത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരാൻ കഴിയും. സോ ആസ് ഓഫ് നൗ നമുക്ക് 2 CBR inline-four സിസ്റ്റത്തിൽ 650cc-ലുള്ള 2 വെഹിക്കിൾസാണ് ഇത്. ഇനിയും 600cc-ൽ എൻ്റെ അടുത്തുള്ള ബൈക്ക് എന്ന് പറയുന്നത് സ്ട്രീറ്റ് ട്രിപ്പിൾ ട്രയംഫിൻ്റെ 675cc-യുടെ 2 ബൈക്കുകളുണ്ട്. ഒന്ന് കേരള രജിസ്റ്റേർഡും ഒന്ന് ഓഡി രജിസ്റ്റേർഡും, 2014-16 മോഡലുകൾ. സോ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ തീർച്ചയായിട്ടും ട്രയംഫ് സ്ട്രീറ്റ് ട്രിപ്പിളിനെ പരിചയപ്പെടുത്താം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഞാൻ ആദ്യം പറഞ്ഞ് നമുക്കൊരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ് എന്ന് പറയുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ നമ്മുടെ ഇൻസ്റ്റാ പേജിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഇൻസ്റ്റാ പേജിൽ പോവുക, കാര്യങ്ങൾ നോക്കുക, അതിനനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യുക. പിന്നെ നമുക്ക് ന്യൂ ഇയർ പ്രമാണിച്ചിട്ട്, അതാണ് അടുത്ത സർപ്രൈസ് എന്ന് പറയുന്നത്, ന്യൂ ഇയർ പ്രമാണിച്ചിട്ട് സെക്കൻഡ് ഹാൻഡ് ബൈക്സിൽ നമുക്കൊരു നല്ല ഓഫർ വരുന്നുണ്ട്. ആ ഓഫറിനെ കുറിച്ചും നമ്മൾ എന്ത് ചെയ്യാം, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. അത് ചെന്ന് നോക്കുക, നിങ്ങൾ ഫോളോ ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. സോ നല്ല ഓഫേഴ്സാണ്, തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കണം. ഓഫർ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിൽ പോയി കാണാം, നേരിട്ട് വന്നാൽ അതിൽ ഉത്തമം. നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാര്യങ്ങൾ അന്വേഷിച്ച് ആ ഓഫേഴ്സ് നിങ്ങൾക്ക് അവൈൽ ചെയ്യാവുന്നതാണ്. സോ നമ്മൾ നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ മീ സൈനിങ് ഓഫ്, അബ്ദുൽ അസീസ് ഹിയർ, ഷൗസ്.